ചരിത്രം സൃഷ്ടിച്ച് നാസയുടെ ആർടെമിസ് 2 ദൗത്യം മനുഷ്യനെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ത്യൻ സമയം പുലർച്ചെ 4:02 നടന്നത്. 4 പേരെ വഹിച്ച് SLS റോക്കറ്റ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് കുതിച്ചത്. 10 ദിവസത്തെ യാത്രയിൽ 4 അംഗ സംഘം ചന്ദ്രനെ ചുറ്റും. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗോപിക നായർ ചേരുകയാണ്. ഗോപിക, ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നാസയുടെ ആർടെമിസ് 2 ദൗത്യം. വിജയകരമായിരിക്കുന്നു അല്ലേ? അതെ, തീർച്ചയായും ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്, ലോകം സാക്ഷ്യം വഹിച്ചത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും പുലർച്ചെ 4:05 SLS-2 റോക്കറ്റ്, അതായത് ആർടെമിസ് 2 ദൗത്യം വിക്ഷേപണം വിജയകരമെന്ന് നാസ അറിയിച്ചിട്ടുണ്ട്. 4 പേരാണ് ഈ ദൗത്യ സംഘത്തിലുള്ളത്. 3 അമേരിക്കക്കാരും 1 കനേഡിയൻ യാത്രികനുമാണ് ഈ ദൗത്യ സംഘത്തിലുള്ളത്. 10 ദിവസമാണ് ഈ യാത്രയുടെ കാലയളവ് എന്ന് പറയുന്നത്. ഈ ക്രൂ മെമ്പേഴ്സ് ആരൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ. ഇതിൽ റീഡ് വൈസ്മാൻ ആണ് ഈ ഒരു മിഷന്റെ കമാൻഡർ. ഇവർ ഈ ദൗത്യ സംഘം ചന്ദ്രനെ ഒന്ന് വലയം വെച്ചാണ് തിരിച്ച് ഭൂമിയിലേക്ക് വരിക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് വയ്ക്കാൻ പോകുന്നതിന് മുന്നേ അവിടുത്തെ സ്ഥലം പോയി ഒന്ന് സന്ദർശിക്കാറുണ്ടല്ലോ, ആ വീട് വയ്ക്കാൻ പോകുന്നതിന് മുന്നേ. അതുപോലെയാണ് ഈ ആർടെമിസ് 2 ദൗത്യ സംഘം അവിടെ പോയി ചന്ദ്രനിൽ ഇറങ്ങാതെ ചന്ദ്രന് ചുറ്റും ഒന്ന് വീക്ഷിച്ച് ആ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് വരികയാണ്. ഈ ഒരു യാത്രയുടെ കാലയളവിൽ അവർ നിരവധി ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് 2027-28 ആർടെമിസ് 3-4 ദൗത്യം നടക്കാറുള്ളത്. 4 സ്റ്റേജുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് ആളില്ലാ വിക്ഷേപണമായിരുന്നു, അത് വിജയകരമായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനി 3-4 സ്റ്റേജിലാണ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതിൻ്റെ മുന്നോടിയായുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ആർടെമിസ് 2 ദൗത്യം ഇപ്പോൾ വിജയകരമെന്ന് നാസ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നാസയുടെ, അതായത് ചന്ദ്രനെ താവളമാക്കി ചൊവ്വയിലേക്ക് ഇനി മനുഷ്യനെ അയക്കാനുള്ള ഒരു നാസയുടെ സ്വപ്ന പദ്ധതിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഈ ആർടെമിസ് 2 ദൗത്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും വിക്ഷേപണം വിജയകരമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു കാലയളവിൽ അവർ നിരവധി ഗവേഷണങ്ങളും പഠനങ്ങളും എല്ലാം നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഗോപിക, ഈ ചാന്ദ്ര ദൗത്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണ്. ഇപ്പം 4 പേരെ വഹിച്ച് SLS റോക്കറ്റ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് കുതിച്ചപ്പോൾ തൊട്ട് അത് എങ്ങനെ, എന്ത് എന്നൊക്കെ അറിയാൻ വേണ്ടി വലിയ ആകാംക്ഷയാണ്. അവരുടെ ഒരു ലക്ഷ്യം, അത് ഗോപിക ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അത് എങ്ങനെയാണ്? വളരെ ആകാംക്ഷയുണ്ട് അറിയാൻ. എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും, അതായത് ചന്ദ്രനിലേക്ക് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത്. ഈ ദൗത്യത്തിൽ ഈ യാത്രികർ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നില്ല, പകരം ചന്ദ്രനെ വലയം വെച്ച് തിരികെ ഭൂമിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 10 ദിവസമാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഈ യാത്രയിൽ യാത്രികർ നിരവധി പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളുമാണ് നടത്തുന്നത്. അതായത് മെയിനായിട്ടും ടെക്നിക്കൽ പരമായ കാര്യങ്ങളെല്ലാം കൃത്യമായി ഓക്കെ ആയിട്ടാണോ പോകുന്നത് എന്നാണ് നോക്കുന്നത്. ഈ യാത്രയുടെ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവരൊരു പ്രോക്സിമിറ്റി ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഓറിയോൺ പേടകത്തിൻ്റെ അപ്പർ സ്റ്റേജിൽ നമ്മളിനി ഭാവിയിൽ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുമ്പോൾ മറ്റ് പേടകങ്ങളുമായുള്ള കണക്ടിവിറ്റി ഇഷ്യൂസ് ഓക്കെ ആണോ എന്ന് നോക്കാനാണ് ഈ ഒരു പ്രോക്സിമിറ്റി ഓപ്പറേഷൻ നടത്തുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ AI സംവിധാനത്തിൽ എന്തെങ്കിലും പിഴവ് അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറോ സംഭവിച്ചാൽ നമുക്ക് മാനുവലി ഈ സിസ്റ്റത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നോക്കുന്നത്. കൂടാതെ ശാസ്ത്രീയ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് ലേസർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അതായത് പരമ്പരാഗത രീതിയാണ് റേഡിയോ തരംഗങ്ങൾ വഴി കമ്മ്യൂണിക്കേഷൻ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഇവർ ലേസർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും പരീക്ഷിക്കും. അതായത് ഈ ലേസർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴി വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭൂമിയിലേക്ക് അയക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ HD ക്വാളിറ്റിയിൽ നിന്നുള്ള വിഷ്വൽസ്, അവിടെ നിന്നുള്ള HD ക്വാളിറ്റിയിൽ നിന്നുള്ള വിഷ്വൽസ് ഭൂമിയിലേക്ക് അയക്കാൻ സാധിക്കും. അങ്ങനെ നിരവധി പരീക്ഷണങ്ങളാണ് ഈ ഒരു ദൗത്യത്തിൽ ഈ ഒരു ടീം, ഈ ഒരു ക്രൂ മെമ്പേഴ്സ് നടത്തുന്നത്. എന്തായാലും വലിയ ദൗത്യത്തിലേക്കുള്ള ഒരു ചെറിയ ചുവടുവയ്പ്പാണ് ഈ ആർടെമിസ് 2 വിക്ഷേപണം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശരി, ഗോപികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നാസയുടെ ആർടെമിസ് 2 ദൗത്യം. വിജയകരമായി വിക്ഷേപണം പൂർത്തിയായിരിക്കുന്നു.